ഹായ് ഹലോ ഡിയേഴ്സ്, ഇന്നതാ നമ്മൾ ഒരു ചെറിയ കപ്പയ്ക്ക, അതേപോലെ തന്നെ ചീനി. അതിനകത്ത് ഒരു ചീനി മാത്രം നമ്മൾ എടുക്കുന്നത്. ചീനി എന്നാണ് കേട്ടോ ഇവിടെയൊക്കെ പറയുക. നമ്മൾ കപ്പ, മരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്നത്. അത് ഒരെണ്ണം എടുക്കുകയാണ്. പിന്നെ പൂളാന്നും ചിലടത്ത് പറയാറുണ്ട്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ ഇത് മധുരക്കിഴങ്ങ്, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഒരു ചീനി മതി നമുക്ക്. ഇതും എടുക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ കുറച്ച് ഭാഗം ഒന്ന് താഴെ വീണ് ചതഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു കൂട്ടുകറി, ഉടച്ച് കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതാ നോക്കി, നമ്മളിതായത് നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളും ഏകദേശം ഒരേ വലുപ്പത്തിൽ അരിഞ്ഞ് ആദ്യം വെള്ളം ഒന്ന് ഊറ്റിക്കളയാനായിട്ട് നോക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ കപ്പയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കപ്പയ്ക്കുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും കുറച്ച് ആദ്യത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ വേവിക്കാറുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ആദ്യമേ അല്ലെങ്കിൽ പാടായിരിക്കും ചിലപ്പോൾ ഇത് കത്തി വരാനായിട്ട്. നമ്മൾ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ അരി ചോറ് മുരിയാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലിരുന്ന് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ആദ്യം നന്നായിട്ടും തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നീട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതാ നോക്കിയേ, നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് നമുക്ക് കുക്കറിൽ വയ്ക്കാം. അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ തിരികെ അരപ്പാക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് കുക്കറിലോട്ട് വെക്കാം. അതിന് അരപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പച്ചമുളകില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് കാന്താരി മുളക്, വെള്ളക്കാന്താരി ഉണ്ട്, നമുക്ക് പച്ചക്കാന്താരിയൊക്കെ വളം അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിക്കാം. വെള്ളക്കാന്താരി ഇന്നലെ ചിക്കൻ കറി വെച്ചപ്പോൾ അതിനകത്ത് കുറച്ചിട്ട് കേട്ടോ, അതാണ് കുറവ്. നമുക്ക് 2-3 എടുക്കാം. കുരുടി പോകുന്നുണ്ട് ഇത്. രണ്ട് 3 വെള്ളക്കാന്താരി എടുത്ത് ഇനി നമുക്ക് കുറച്ച് പച്ചക്കാന്താരി. മോനവിടെ നിൽക്കുക, അമ്മ താണ്ടത് ചേട്ടേ. ഇത്രയും മതി തൽക്കാലം, കാരണം മോൾക്ക് കൂടി കൊടുക്കുന്നതുകൊണ്ട് അധികം എരിവ് വേണ്ട. ഇനി നമ്മുടെ കറിവേപ്പുണ്ട്. കറിവേപ്പ് നമ്മൾ 3 മൂടി ഇവിടെ വന്നതിന് ശേഷം വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരെണ്ണം അങ്ങ് നിൽക്കുന്നുണ്ടോ, ഈ 3 മൂട്. അപ്പോൾ നമ്മളിതാ ഇതിനകത്തുനിന്ന് 2 തണ്ട് കറിവേപ്പ് കൂടി നമ്മൾ സത്യത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ ഒടിച്ചെടുക്കണമെന്നാണ് കേട്ടോ പറയുന്നത്. ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരു 2 തണ്ട് കറിവേപ്പില നമ്മൾ ഒടിച്ചെടുക്കുകയാണ്. ഇതാ, അപ്പോൾ നമുക്ക് കറിവേപ്പിലയായി, പച്ചമുളകിന് പകരം കാന്താരി മുളകായി. ഇനി നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും കൂടി അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കടുക് വറക്കാനുള്ള സംഗതി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേറെ ആൾ നിൽക്കും. ഇതിപ്പോൾ നമ്മൾ തിളയ്ക്കാനായിട്ട് കണ്ട ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. സുഹൃത്തുക്കളെ, അങ്ങനെ ഫൈനലി നമ്മുടെ ഉടച്ച കറി റെഡി ആയിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയുമ്പോൾ ചട്ടിയിലായതുകൊണ്ട് നമുക്ക് അരപ്പ് വളരെ കുറവ് കിട്ടത്തുള്ളൂ. പക്ഷേ ടേസ്റ്റിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ഡിഷ് തന്നെയാണ് നമ്മുടെ ഉടച്ച കറി. നമുക്ക് കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും അടിപൊളി കറിയാണ് കേട്ടോ. താങ്ക് യു.